നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ അതിവേഗമാണ് ആ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തോടൊപ്പം നിന്ന ഓഫ് റോഡേഴ്സിനെ വാട എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ കേണൽ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോ. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയും ഓഫ് റോഡേഴ്സും തമ്മിലുള്ള സ്നേഹപ്രകടനത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വണ്ടി ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഓഫ് റോഡേഴ്സ്. അവർക്ക് വണ്ടി ഹരമാണ്. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൈന്യത്തോടൊപ്പം നിന്ന് എല്ലാ സഹായത്തിനും അവരുണ്ടായിരുന്നു. അവരെയും ഈ സമയത്ത് നമുക്ക് ചേർത്ത് പിടിക്കാം. വയനാട് ഉരുൾപൊട്ടലിൽ സൈന്യത്തിന് എല്ലാ സഹായവുമായി ഒപ്പം നിന്ന ഓഫ് റോഡേഴ്സ് ടീമിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുകയായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. റോഡ് പോയിട്ട് വഴി പോലും ഇല്ലാത്ത മണ്ണ് മൂടിയ ചൂരൽമലയിലും മുണ്ടക്കയിലും നിർത്താതെ തലങ്ങും വിലങ്ങും പാഞ്ഞ ജീപ്പ് സാരഥികളെയാണ് കേണൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത്. വാട എന്നുള്ള ആ വിളിയിലുണ്ട് എല്ലാം. രക്ഷാപ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ഓഫ് റോഡർ ഗ്രൂപ്പുകൾക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി. ചൂരൽമലയിലും മുണ്ടക്കയിലും റോഡുകൾ ഒലിച്ചു പോകുകയും പാതകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടുകയും ചെയ്തിട്ടും ഈ ഓഫ് റോഡ് പ്രേമികൾ തങ്ങളുടെ ജീപ്പുകൾ ദൗത്യത്തിൽ സഹായിക്കാൻ തളരാതെ ഓടിച്ചു. ഡ്രൈവർമാരുടെ ധീരതയ്ക്കും അർപ്പണബോധത്തിനും വ്യക്തിപരമായി അദ്ദേഹം നന്ദി പറയുകയായിരുന്നു. കേണൽ ഋഷി രാജലക്ഷ്മിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി മനക്കരുത്തിന്റെ ബലത്തിലാണ് 2 ഡസനോളം സർജറികളെ അതിജീവിച്ചത്. രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം ബലി കൊടുത്ത പോരാളിയെ ദ മോസ്റ്റ് ഫിയർലെസ് മാൻ, ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യൻ എന്നായിരുന്നു ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത്. പരിക്കുകൾ ഭേദമായ ഉടൻ തന്നെ സൈനിക ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിച്ച അദ്ദേഹം ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിൽ സജീവമായിരുന്നു. ഇവിടെയാണ് സൈന്യത്തോടൊപ്പം ഓഫ് റോഡേഴ്സും കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ആ വഴികളിലൂടെയൊക്കെയാണ്, വഴികളെന്ന് പോലും പറയാൻ കഴിയില്ല, കാരണം അത്രത്തോളം നാശമായി കിടന്ന ആ മണ്ണിലൂടെയാണ് വഴികൾ ഇവർ തന്നെ കണ്ടെത്തിയാണ് ജീപ്പുകൾ ഓടിച്ചത്. ഒരു ദുരന്തം മുന്നിൽ ഉണ്ടായിരുന്നിട്ട് പോലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന ഒരു ഘട്ടമായിരുന്നിട്ട് കൂടിയും അവർ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ജീപ്പിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവന്മാർക്ക് ഇത് എന്തിന്റെ കേടാണ്? ഈ ജീപ്പും കൊണ്ട് കണ്ടെടുത്തെല്ലാം കിടന്ന് ഓടിച്ച് എപ്പോൾ വേണമെങ്കിലും അപകടം വരുത്തി വെക്കും ഇവന്മാരെന്നൊക്കെയാണ് പലപ്പോഴും മലയാളികൾ, നമ്മൾ ഉൾപ്പെടെയുള്ള പലരും ഓഫ് റോഡേഴ്സിനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു നമുക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഇവരുടെയൊക്കെ വില മനസ്സിലാക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ച ഋഷി രാജലക്ഷ്മിക്കും ഹൃദയത്തിൽ നിന്ന് മലയാളികൾ നന്ദി പറയുകയാണ്. ഇതിനിടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലയിൽ നേരിട്ട് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി എല്ലായിടത്തും ഓടിയെത്തിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കാണ്. സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ദുരിത മേഖല നടന്നു കണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു. സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു. കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെക്കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്നും മോദി ചോദിക്കുകയും ചെയ്തു. എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. ADGP MR അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിത മേഖലയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് നൽകിയത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും മോദിക്കൊപ്പം ഉണ്ടായിരുന്നു.